ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. ജയലേണിൻ്റെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് 3 മലയാളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 ചോദ്യങ്ങളാണ്. അപ്പം നമുക്കറിയാം കേട്ടറ്റ് പരീക്ഷ വരാൻ പോവുകയാണ്. ഈ വരുന്ന ഡിസംബറിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. ഈ കഴിഞ്ഞ പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടില്ല. ഏതാണ്ട് ഈ മാസത്തിൽ തന്നെ, ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് 3 പരീക്ഷയ്ക്ക്, കേട്ടറ്റ് 3 മലയാളം പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ടൈമാണുള്ളത്. കാരണം എന്താണ്, എല്ലാവരും പറയുന്ന പല രീതിയിൽ നിന്നും പല മേഖലകളിൽ നിന്നും പല രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് പല മീഡിയാസിൻ്റെയും അതുപോലെ തന്നെ ഈ അധ്യാപന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചും അല്ലാതെയും വരുന്നുണ്ട്. അതായത് HSA പരീക്ഷയെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. വരാൻ പോകുന്ന HSA എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ഈ വരുന്ന കേട്ടറ്റ് പരീക്ഷ നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും. അതിൽ മലയാളം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ ഓൾറെഡി HSA മലയാളം റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. 2026 അത് പൂർത്തിയാകും. 2026 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഉടനെ തന്നെ എക്സാം നടക്കണം. ഈ 2 വർഷത്തിനുള്ളിൽ തന്നെയുള്ള മാറ്റങ്ങൾ വരണം. പിന്നെ എന്നുള്ളത് എല്ലാവരും പറയുന്ന പോലെ HSAയുടെ ആ ഒരു പേര് മാറുന്നു. അതായത് ആ ഒരു തസ്തിക തന്നെ ഇല്ലാതാകാൻ പോകുന്നു. പുതിയ രീതിയിലേക്ക് വരുമ്പോൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ലയനമൊക്കെ വരുമ്പോൾ അവിടെ HST അല്ലെങ്കിൽ HSST എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ മാറി SST ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള പഠനങ്ങളും അതുപോലെയുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച്, മലയാളം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി വരുന്ന അക്കാഡമിക് ഇയറിൽ തന്നെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി കയറണമെങ്കിൽ, അൺഎയ്ഡഡ് ആയാലും ഒരു എയ്ഡഡ് സ്കൂളിൽ കയറണമെങ്കിലും, അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ തന്നെ ഗസ്റ്റ് ഫാക്കൽറ്റി വിളിക്കുകയാണെങ്കിലും എന്തായാലും കേട്ടറ്റ് നിർബന്ധമാണ്, അല്ലേ? അപ്പം നമുക്ക് കേട്ടറ്റ് പരീക്ഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കുറച്ച് കാണേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആരും വളരെ വ്യാകുലപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കേട്ടറ്റിന് തന്നെ മുന്നോട്ട് പോകുമോ, അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുള്ളൂ. മാറ്റങ്ങൾ വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനിയും നമുക്ക് കേട്ടറ്റ് പരീക്ഷ എഴുതാനുണ്ട്, ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് അതിൻ്റെ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ച് ഒന്നും ഇതുവരെ പരീക്ഷ ഭവൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പം നമുക്ക് ഈ K3 മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിലൂടെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഒപ്പം എന്ത് ചെയ്യുക, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസും ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകളും നിങ്ങളിലേക്ക് എത്താനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ മലയാള സാഹിത്യത്തിലെ, K3 മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട 10 ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഈ ചോദ്യങ്ങളെല്ലാം മുൻ വർഷ കേട്ടറ്റ് 3 മലയാളം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള K3 മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കേ. ദൈവഗുരുവിന്റെ ഒഴിവുകാലം എന്ന നോവൽ പ്രമേയമാക്കുന്നത് ഏത് എഴുത്തുകാരനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ് ദൈവഗുരുവിന്റെ ഒഴിവുകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു ചരിത്ര പുരുഷനെ പ്രമേയമാക്കി രചിക്കപ്പെട്ട നോവലാണ്. ഓപ്ഷൻ എന്തൊക്കെയാണ്? എഴുത്തച്ഛൻ, CV രാമൻപിള്ള, കുഞ്ചൻ നമ്പ്യാർ, പൂന്താനം. ഇവരിൽ ആരുടെ ജീവിതത്തെ പ്രമേയമാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു നോവല് തയ്യാറാക്കിയതെന്നാണ് പറയുന്നത്. ഇത് എഴുതിയ ആളാണ് P മോഹനൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഈ മനോഹരമായ ഒരു നോവൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പ്രമേയം പശ്ചാത്തലമാക്കിയിട്ട് വരുന്ന നോവലുകളെ കുറിച്ചുള്ള ചോദ്യം K3 മലയാളം പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം നമുക്ക് വരുന്നത് ആരാണ്? ഓപ്ഷൻ സി, കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി, മഹാകവി, ജനകീയ കവി എന്നറിയപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട നോവലാണ് ദൈവഗുരുവിന്റെ ഒഴിവുകാലം എന്ന് പറയുന്നത്. P മോഹനൻ എഴുതിയ ഒരു ക്ലാസിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന നോവലാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെയുള്ള പ്രമേയങ്ങൾ ഒന്ന് പരിചയപ്പെടാം. എഴുത്തച്ഛനെ പ്രമേയമാക്കി നിങ്ങൾക്കറിയാം, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്ന നോവൽ? തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്ന നോവൽ എഴുത്തച്ഛന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. ആരെഴുതിയതാണ്? നമുക്കറിയാം, C രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ്, അല്ലെ? C രാധാകൃഷ്ണൻ നോവലാണ്. അതുപോലെ തന്നെ നമുക്ക് കുമാരനാശാന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് K. സുരേന്ദ്രൻ എഴുതിയ നോവലുണ്ട്. ഏതാണ്? മരണം ദുർബലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി. അതൊരു സീരിയൽ ആയിട്ടുള്ള നോവലായിരുന്നു. പണ്ടത്തെ ദൂരദർശൻ ചാനലിലൊക്കെ ഇത് സീരിയൽ, എനിക്ക് നരേന്ദ്രപ്രസാദും ഒക്കെ അഭിനയിച്ച ഒരു സീരിയലാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സീരിയലായെന്ന് തോന്നുന്നു, മരണം ദുർബലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചരിത്ര പുരുഷനായ
EMS നമ്പൂതിരിപ്പാടിനെ പ്രധാന കഥാപാത്രമാക്കി അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു നോവലുണ്ട്. കേശവന്റെ വിലാപങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നോവല്, M. മുകുന്ദന്റെ നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പുരാണ കഥാപാത്രങ്ങളിൽ നമുക്കറിയാം ഭീമനെ കഥാപാത്രമാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് MTയുടെ അല്ലെ രണ്ടാമൂഴം എന്ന് പറഞ്ഞിട്ടുള്ള നോവല്. അതേ മഹാഭാരതത്തിൽ തന്നെയുള്ള കർണനെ കഥാപാത്രമാക്കി രചിക്കപ്പെട്ട നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള നോവല്, PK ബാലകൃഷ്ണൻ എഴുതിയ നോവല്. ഓക്കെ, ഇത് പ്രധാന കഥാപാത്രങ്ങളെ ചരിത്ര പുരുഷന്മാര് അല്ലെങ്കിൽ സാംസ്കാരിക നായകർ ഇവരൊക്കെ ആയിട്ട് KK കേളപ്പൻ കഥാപാത്രമായി വരുന്ന തക്ഷൻ കുന്ന് സ്വരൂപം എന്ന് പറയുന്ന നോവൽ UK കുമാരന്റെ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വരുന്ന നോവലുകളുണ്ട് അല്ലെ. പിന്നെ നമുക്ക് പ്രമേയങ്ങൾ വരുന്നുണ്ട്. പുന്നപ്രവയലാർ പശ്ചാത്തലമാക്കി ഒത്തിരി നോവലുകൾ രചിച്ചിട്ടുണ്ട്, തലയോടുപോലുള്ള നോവലുകൾ. അതുപോലെ തന്നെ നമ്മുടെ KV മോഹൻകുമാറിന്റെ ഉഷ്ണരാശി ഒരു കലപ്പുറത്തിന്റെ ഇതിഹാസം പോലുള്ള നോവലുകളൊക്കെ അങ്ങനെ ഒരു പ്രമേയങ്ങളെ പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടതാണ്. ഓക്കെ, പതിരാണിപ്പാടത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ നമുക്കറിയാം ഒരു ദേശത്തിന്റെ കഥ. ഇങ്ങനെയുള്ള പ്രമേയപരമായ ചോദ്യങ്ങളും അതുപോലെ ചരിത്ര പുരുഷന്മാരോ സാംസ്കാരിക നായകന്മാരോ അല്ലെങ്കിൽ പുരാണ കഥാപാത്രങ്ങളോ ഇവരെയൊക്കെ കഥാപാത്രങ്ങളാക്കി രചിക്കപ്പെട്ട നോവലുകൾ ഏതാണ്, കൃതി എന്ന ചോദ്യം നമുക്ക് ഈ പറഞ്ഞ K3 മലയാളം പരീക്ഷയ്ക്കൊക്കെ ആവർത്തിച്ച് വരുന്ന കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക, ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. തൂവാനത്തുമ്പികൾ എന്ന ചലച്ചിത്രത്തിന് ആധാരമായ നോവൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചലച്ചിത്ര പഠനവും തിരക്കഥയും അല്ലെങ്കിൽ നോവലോ തിരക്കഥയോ അല്ലെങ്കിൽ ചലച്ചിത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ നോവൽ മാത്രം പഠിച്ചാൽ മാത്രം വരാം. സിനിമ എന്ന് പറയുന്ന പേപ്പർ നമുക്കറിയാം, നമുക്ക് പഠിക്കാനുണ്ട്. ഡിഗ്രിക്കും BA മലയാളത്തിനും MA മലയാളത്തിനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. തൂവാനത്തുമ്പികൾ എന്ന ഒരു ക്ലാസിക് എന്ന് പറയുന്ന ചിത്രമാണ്. നമുക്കറിയാം പത്മരാജന്റെ അനശ്വരനായ ഒരു കലാകാരനാണ് പത്മരാജൻ അല്ലെ. ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടൊക്കെ മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം വളരെ വലുതാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ തന്നെ ഒരുപാട് പഠന വിഷയമാക്കുന്ന ഒരു ചിത്രങ്ങളും തിരക്കഥകളും ഒക്കെയാണ് അവരുടേത്. അപ്പൊ അതില് പത്മരാജന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞിട്ടുള്ള ചലച്ചിത്രം. അതിനാധാരമായ നോവൽ ഏതാണ്? ഉദകപ്പോള, നക്ഷത്രങ്ങളെ കാവൽ, പ്രതിമയും രാജകുമാരിയും, ഋതുഭേദങ്ങളുടെ പാരിതോഷികം. നാലും ആരുടേതാണ്? പത്മരാജന്റെ പ്രധാനപ്പെട്ട 4 നോവലുകൾ തന്നെയാണ്. ഇതില് ഉദകപ്പോള എന്ന് പറയുന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ തൂവാനത്തുമ്പികൾ എന്ന ചലച്ചിത്രം അദ്ദേഹം ഒരുക്കിയത്. ഓക്കെ, ക്ലാരയും ജയകൃഷ്ണനും ഒക്കെ കഥാപാത്രമായി വന്ന തൂവാനത്തുമ്പികൾ എന്ന ചിത്രം ഉദകപ്പോള എന്നുള്ള നോവലിനെ ആധാരമാക്കിയ നോവലാണ്. ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതാണ്. ഭാസ്കര പട്ടേലരും ഞാനും, സക്രിയയുടെ ഭാസ്കര പട്ടേലരും ഞാൻ എന്ന കൃതി അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് വിധേയൻ എന്ന് പറയുന്ന ചിത്രം. മറന്നു പോകാതെ ഓർത്ത് വെക്കുക. അറിയാവുന്ന കാര്യമാണെങ്കിൽ തന്നെ ഒന്നുകൂടി ഓർത്ത് വെക്കുക. വിധേയൻ, അടൂരിന്റെ വിധേയൻ എന്ന് പറയുന്ന മമ്മൂട്ടി പ്രധാന കഥാപാത്രമായത്. അതുപോലെ തന്നെയാണ് ഈ അടുത്ത് ഇറങ്ങിയ കളിഗമിനാറിലെ കുറ്റവാളികൾ എന്ന് പറയുന്ന വിനോയ് തോമസിന്റെ കൃതിയെ ഒരു കഥാരൂപത്തെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ചിത്രമാണ് ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിജോയുടെ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് മാവോയിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ചിത്രമാണ്. അതുപോലെ തന്നെ ഇരുട്ടിന്റെ ആത്മാവ് പോലുള്ള MTയുടെ കൃതി. അതുപോലെ തന്നെ ഒരുപാട് കൃതികൾ ഇങ്ങനെ പ്രമേയങ്ങൾ, ചലച്ചിത്രങ്ങളെ കൃതികളെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചലച്ചിത്ര പഠനം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് പഠിക്കാനാണ്. കാരണം ഒത്തിരി ചോദ്യങ്ങളൊക്കെ ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പത്മരാജന്റെ തന്നെ പെരുവഴിയമ്പലത്തെ കുറിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക്, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന ഇപ്പൊ തൂവാനത്തുമ്പികൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഭാസ്കര പട്ടേൽ ഞാനൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സിനിമയും നോവലും അല്ലെങ്കിൽ കൃതിയും സിനിമയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗം നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ സാഹിത്യ വിദ്യാർത്ഥികൾ എന്നതിനപ്പുറം നമ്മൾ ഈ പറയുന്ന സിനിമാ മേഖല അല്ലെങ്കിൽ ആ തിരക്കഥ അതിനെയും കൂടി ഒന്ന് ഓർത്ത് പഠിച്ചു വെക്കേണ്ടതാണ്. ഇപ്പൊ നമുക്കറിയാം PV ഷാജികുമാറിന്റെയൊക്കെ ഒരുപാട് കൃതികളൊക്കെ സിനിമയായിട്ടുള്ള അദ്ദേഹം തിരക്കഥയൊക്കെ രചിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭാഗത്ത് തന്നെ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. ഇനി താഴെ പറയുന്നവയിൽ പാട്ട് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന കൃതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 നോവൽ കഴിഞ്ഞു, ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അടുത്ത് നമുക്ക് നമ്മുടെ മലയാള സാഹിത്യത്തിന്റെ ആദ്യ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്, കവിതാ സാഹിത്യത്തിന്റെ. അതിലൊന്നാമത്തെ ഭാഗമാണ് പാട്ട് പ്രസ്ഥാനം എന്ന് നമുക്കറിയാം. മലയാള കാവ്യശാഖയ്ക്ക് ഒരു അടിസ്ഥാനമിട്ട ഒരു കാവ്യ രീതിയാണ് ഏത് പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതില് ഈ പറയുന്ന 4 ഓപ്ഷനില്
പാട്ട് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന കൃതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്തൊക്കെയാണ്? രാമചരിതം, ഉണ്ണുനീലി സന്ദേശം, മേഘ സന്ദേശം, ഉമാകേരളം. ഇതിലെ ഏത് കൃതിയാണ് പാട്ട് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന കൃതി എന്ന് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം ഇതുഗമോന വൃത്ത വിശേഷയുക്തം പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിർവചനത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള പാട്ട് കൃതികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാട്ട് സാഹിത്യത്തിലെ ഏറ്റവും ആദ്യം എന്ന് നമുക്ക് എടുത്തു കാണിക്കാവുന്ന കൃതി വേറെ ഒന്നുമല്ല, ഏതാണ്? രാമചരിതമാണ്. നമുക്ക് കണ്ണും പൂട്ടി പറയാം. കാരണം രാമചരിതം പഠിക്കാത്ത ഒരു മലയാള സാഹിത്യം പൂർണ്ണമാകില്ല. അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഏത് പരീക്ഷയായാലും രാമചരിതം നമുക്ക് ഒഴിവാക്കി പഠിക്കാൻ പറ്റില്ല. പാട്ട് പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട കൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് രാമചരിതത്തിന് നമുക്ക് വിശേഷിപ്പിക്കാം. എന്താണ് ശ്രീരാമൻ രചിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്ന കൃതി, വളരെ തമിഴും മലയാളവും ഒക്കെ കൂടിക്കലർന്നിട്ടുള്ള ഒരു സങ്കര ഭാഷയിൽ രചിക്കപ്പെട്ട കൃതി, അത് മലയാള ഭാഷയിലെ കൃതി, ഒരു എന്താ അടിസ്ഥാനം നിർണയിച്ച കൃതി എന്നൊക്കെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക്, ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കൃതി തന്നെയാണ് രാമചരിതം എന്ന് പറയുന്നത്. അപ്പോൾ രാമചരിതമാണ് പാഠ്യപ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നത്. അതിനുശേഷമൊക്കെയാണ് സന്ദേശ കാവ്യ പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നത്, അല്ലെ? ഈ പറയുന്ന ഉണ്ണുനീലി സന്ദേശവും അതുപോലെ തന്നെ എന്താണ് മേഘസന്ദേശം, സന്ദേശകാവ്യങ്ങളുടെ ഏറ്റവും എന്താണ് ആദ്യത്തെ ഒരു രൂപം എന്ന് പറയുന്നത് കാളിദാസന്റെ മേഘസന്ദേശമാണ്, അല്ലെ? അതിനുശേഷമാണ് പിന്നീട് ഉണ്ണുനീലി സന്ദേശം പോലുള്ള കൃതികൾ വരുന്നത്, അതുപോലെ ശുഗ സന്ദേശം പോലുള്ള വരുന്നത്, ദാത്യുഹ സന്ദേശം വരുന്നത്, കോകില സന്ദേശം വരുന്നത്, മയൂര സന്ദേശം വരുന്നത്, അതൊക്കെ എല്ലാം സന്ദേശ കാവ്യ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നത്. അതൊരു വേറെ കാവ്യ പ്രസ്ഥാനമാണ്. പിന്നീട് ചമ്പുക്കൾ വരുന്നു. അതിനു മുമ്പ് തന്നെ എന്താണ് കണ്ണശന്മാര്, കണ്ണശകൃതികളിലൂടെ പാട്ടുപ്രസ്ഥാനത്തിന് ശേഷം കണ്ണശകൃതികളിലൂടെയൊക്കെ വരുന്നു. ഭാഷാ ഭഗവത്ഗീത വരുന്നു, രാമകഥാപാട്ടും ഭാരതം പാട്ടും വരുന്നു, അയ്യപ്പിള്ള ആശാനും അയ്യനപ്പിള്ള ആശാനും വരുന്നു. ഇങ്ങനെ ആ ഒരു പാട്ട് സാഹിത്യം ഉത്ഭവിച്ച് അതിൻ്റെ ഒരു കൈവഴികളിലൂടെ, പല കൈവഴികളിലൂടെയൊക്കെ വളർന്ന് വികസിച്ച് മലയാള ഭാഷ, മലയാള സാഹിത്യം അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം, അല്ലെ? അപ്പോൾ ആ കാലഘട്ടത്തിലെ കൃതികളൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. അതിനുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് K3 സിലബസ്, മലയാളത്തിന്റെ സിലബസ് നോക്കുമ്പോൾ കീവേഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വളരെ ആഴത്തിൽ തന്നെ ഇറങ്ങി ചെന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്കുകൾ തന്നെയാണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് പാഠ്യപ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന രാമചരിതമാണ്. ഇവിടെ ഉണ്ണുനീലി സന്ദേശം, മേഘ സന്ദേശം സന്ദേശകാവ്യങ്ങളാണ്. ഇതിൽ ഉമാകേരളം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാലോ, ഉള്ളൂരിന്റെ അല്ലെ വളരെ മനോഹരമായ ഒരു മഹാകാവ്യമാണ് ഉമാകേരളം എന്ന് പറയുന്നത്. നമുക്കറിയാം എഴുത്തച്ഛൻ ഉള്ളൂരും അതുപോലെ തന്നെ ആരൊക്കെയാണ് ആശാനും വള്ളത്തോളും ഒക്കെ നമുക്ക് പകർന്നു തന്ന ആ ഒരു കാവ്യപ്രപഞ്ചം, ആശാന്റെ ഖണ്ഡകാവ്യങ്ങളും വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെയും ഖണ്ഡകാവ്യങ്ങളും അതോടൊപ്പം തന്നെ വള്ളത്തോളിന്റെ ചിത്രയോഗവും ഉള്ളൂരിന്റെ ഉമാകേരളവും ഒക്കെ നമുക്ക് പകർന്നു തന്ന ആ ഒരു കൈവഴികളൊക്കെ നമുക്ക് പരിചിതമാണ്. ആ ഒരു ഭാഗവും കൂടി നമ്മളൊന്ന് ഓർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പാഠ്യപ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന കൃതി എന്ന് പറയുന്നത് രാമചരിതമാണെന്ന് യാതൊരു സംശയമില്ല നമുക്ക് പറയാൻ പറ്റും. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. മൂന്നാമത്തെ ചോദ്യം നോക്കാം. നളചരിതമാട്ടക്കഥയ്ക്ക് കാന്താര താരകം എന്ന വ്യാഖ്യാനം രചിച്ചത് ആരാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. നളചരിതമാട്ടക്കഥയ്ക്ക് എന്താണ് നളചരിതമാട്ടക്കഥ പ്രത്യേകം അറിയാലോ, ഉണ്ണായിവാരുടെ കൃതിയാണ്. മാത്രമല്ല കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതിയാണ് നമുക്കറിയാം, അല്ലെ? ആട്ടക്കഥ എന്ന് പറയുമ്പോൾ ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ നമുക്ക് സമ്മാനിച്ച ഒരു കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് നമുക്കറിയാം, അല്ലെ? കൃഷ്ണനാട്ടം നമുക്ക് കോഴിക്കോട് മാനവേദൻ മഹാരാജാവ് സമ്മാനിച്ചപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റാത്ത കൊട്ടാരക്കര തമ്പുരാൻ എന്ത് ചെയ്തു? തൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു കലാരൂപം സൃഷ്ടിച്ചെടുത്തു, രാമനാട്ടം എന്ന് പറയുന്നത്. അതിന് എന്താണ് ഒരു ആട്ടക്കഥ സാഹിത്യ രൂപങ്ങൾ അദ്ദേഹം രൂപം കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കോട്ടം വിട്ടൊരു കോട്ടയം കഥകൾ 4 എന്ന് പറഞ്ഞിട്ടുള്ള 4 ആട്ടക്കഥ രൂപങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനുശേഷം തന്നെ എന്താണ് ഏറ്റവും പ്രസിദ്ധമായ ഒരു ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ, ഉണ്ണായിവാരുടേത്. കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥ. ആ ആട്ടക്കഥയ്ക്ക് കാന്താര താരകം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ളൂരാണോ, AR രാജരാജവർമ്മയാണോ, കുട്ടിക്കൃഷ്ണമാരാരാണോ, PK നാരായണപിള്ളയോ ആണ്? ആരാണ്? വേറെ ആരുമല്ല, രചിച്ചത് AR രാജരാജവർമ്മയാണ്. നമുക്കറിയാം, നിസ്സംശയം പറയാം, അല്ലെ? ARന്റെ വളരെ മികച്ച ഒരു വ്യാഖ്യാന കൃതി എന്ന് സാഹിത്യ വിദ്യാർത്ഥികളും സാഹിത്യ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്ന കൃതിയാണ് കാന്താര താരകം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന നളചരിതമാട്ടക്കഥ എന്ന് പറഞ്ഞ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിലും അതൊന്ന് ഓർത്തു വെക്കുക. നളചരിതമാട്ടക്കഥയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് കാന്താര താരകം രചിച്ചത് AR ആണ്. ഇവിടെ നമ്മുടെ PK നാരായണപിള്ള അദ്ദേഹം രചിച്ചൊരു കൃതിയുണ്ട്, ഭാഷാപരിമളം എന്ന് പറയുന്ന കൃതി. രാമകഥാപാട്ടിന്റെ അയ്യപ്പിള്ള ആശാന്റെ രാമകഥാപാട്ടിന് ഭാഷാപരിമളം എന്ന് പറയുന്ന പേരിൽ ഒരു വ്യാഖ്യാനം PK നാരായണപിള്ള രചിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടിക്കൃഷ്ണമാരൊരു വ്യാഖ്യാനമല്ല നടത്തിയത്, പഠനം. നമുക്കറിയാം മഹാഭാരതം എന്ന ഇതിഹാസത്തെ കമ്പോട് കമ്പ് പഠിച്ച് അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ അതിലെ പല രംഗങ്ങളും പല വികാരഭരിതമായ രംഗങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഒരു പഠന രീതി എന്ന രീതിയിൽ നമുക്ക് സമ്മാനിച്ച ഭാരതപര്യടന ഗ്രന്ഥത്തിലൂടെ കുട്ടിക്കൃഷ്ണമാരാര് അദ്ദേഹത്തിന്റെ കൃതിയെ നമുക്ക് ഇവിടെ ഓർക്കാം.
അതുപോലെ തന്നെ എന്താണ് ഉള്ളൂരിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പഠന ഗ്രന്ഥങ്ങൾ മാരാരുടെയും അതുപോലെ തന്നെ നിരൂപണ സാഹിത്യത്തിലെ അധികായനാണല്ലോ മാരാർ എന്ന് പറയുന്നത്. മാരാർ മാത്രമല്ല എം പി പോളും അതുപോലെ മുണ്ടശ്ശേരിയും ഒക്കെ കേസരിയും ഒക്കെ നമുക്ക് പകർന്നു തന്ന ആ ഒരു കൃതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് പഠന വിധേയമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പി കെ നാരായണപിള്ളയും സാഹിത്യ പഞ്ചാരൻ പി കെ നാരായണപിള്ളയും ഒക്കെ അവരുടെ കൃതികളും പഠന ഗ്രന്ഥങ്ങളും ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടവയാണ്. ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ കേന്ദ്രീയ പരീക്ഷയ്ക്ക് ഈ കഴിഞ്ഞ കേന്ദ്രീയ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ HSA മലയാളത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, HSA പാർട്ട് ടൈം മലയാളത്തിന് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളെ കുറിച്ച് HSST മലയാളത്തിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രന്ഥങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ വ്യാഖ്യാനങ്ങളും പഠന ഗ്രന്ഥങ്ങളും ചില നിരൂപണ ഗ്രന്ഥങ്ങളുടെ പേരുകളൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടത്. കവിതയായിട്ടും നോവലായിട്ടും അതുപോലെ ചെറുകഥയായാലും ഒക്കെ ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. നോക്കാം, തുള്ളൽ കൃതികളിൽ കുഞ്ചൻ നമ്പ്യാർ സ്മരിക്കുന്ന തെക്കൻ പാട്ട് നായകൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ നമുക്ക് പരിചിതമാണ് അല്ലെ. അവിടെ നമുക്ക് എന്താ പറയുക, പുരാണ കഥകൾ അദ്ദേഹം പറയുമ്പോഴും കേരളീയ പശ്ചാത്തലത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ചില തുള്ളൽ കൃതികളിൽ തെക്കൻ പാട്ട് ഒരു നായകനെ കുറിച്ച് സ്മരിക്കുന്നുണ്ട്. അതാരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇരവിക്കുട്ടിപ്പിള്ള, അഞ്ചു തമ്പുരാൻ, ഉലകുട പെരുമാൾ, രാമപയ്യൻ. ഇതിൽ ആരെയാണ്, ഏത് തെക്കൻ പാട്ട് നായകനെയാണ് കുഞ്ചൻ നമ്പ്യാർ സ്മരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഇരവിക്കുട്ടിപ്പിള്ള എന്നറിയപ്പെടുന്ന ആ തെക്കൻ വീരനെ കുറിച്ച്, തെക്കൻ പാട്ടിലെ വീരനെ കുറിച്ച്, ചരിത്ര നായകനെ കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ സ്മരിക്കുന്നത്. ഇരവിക്കുട്ടിപ്പിള്ള പോര് എന്ന പേരുകൂടി എന്താണ് തെക്കൻ പാട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്താണ്? കണിയാങ്കുളം പോര് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പേരും കൂടി ആ ഒരു കാവ്യത്തിനുണ്ട്, തെക്കൻ പാട്ടിനുണ്ട്. നമുക്കറിയാം തെക്കൻ പാട്ട്, വടക്കൻ പാട്ട്, നാടൻ പാട്ട് പഠിക്കുമ്പോൾ നമുക്ക് തെക്കൻ പാട്ടും വടക്കൻ പാട്ടും ഉണ്ട്. വടക്കൻ പാട്ട് എന്ന് പറയുമ്പോൾ പുത്തൂരൻ തറവാടും തച്ചോളിപ്പ് തറവാടുകൾ തമ്മിൽ ഉള്ള ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന, അവരുടെ അംഗ കുറിക്കുന്നതിനെ കുറിച്ചും അവരുടെ അംഗത്തെക്കുറിച്ചും ആ ഒരു വീരചരിത്രങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലെ. തെക്കൻ പാട്ട് അതുപോലെ തന്നെയാണ്. എന്താണ്? വീരനായകന്മാരെ കുറിച്ച് പറയുന്നു. ഇപ്പൊ രവിക്കുട്ടിപ്പിള്ള പേരുണ്ട്, അഞ്ചു തമ്പുരാൻ പാട്ടുണ്ട്, ഉലകുട പെരുമാൾ പാട്ടുണ്ട്, അതുപോലെ മൂവോട്ട് മല്ലൻ കഥ, അതുപോലെ എന്താണ് ചെങ്ങന്നൂരാദി, എന്താണ് അഞ്ചു തമ്പിക്കഥ, കുഞ്ചു തമ്പിക്കഥ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഈ പറയുന്ന തെക്കൻ പാട്ടുകളിൽ പെടുന്നതാണ്. പിന്നെ ഒറ്റപ്പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ശാഖയും കൂടിയുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഈ പറയുന്ന പാട്ട് അല്ലെങ്കിൽ പാട്ട് സാഹിത്യം എന്നല്ല, അതിനുശേഷം വരുന്ന ആ ഒരു സാഹിത്യ ശാഖയിൽ പെടുന്നതാണ്. അത് നാടൻ പാട്ടുകൾ എന്ന രീതിയിലൊക്കെ ഉൾപ്പെടുത്താവുന്ന രീതിയിൽ തന്നെ പറയുന്നതാണ് ഒറ്റപ്പാട്ടുകൾ, ഈ പറയുന്ന തെക്കൻ പാട്ടുകളൊക്കെ. അതിൽ തന്നെയുള്ള ഈ രവിക്കുട്ടിപ്പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ആ ചരിത്ര പുരുഷനെ കുറിച്ച് നമ്മൾ കണിയാങ്കുളം പോര് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കാവ്യത്തിലെ രവിക്കുട്ടിപ്പിള്ളയെ കുറിച്ചിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തന്റെ തുള്ളൽ കൃതികൾ സ്മരിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, മറന്നു പോകാതെ പറഞ്ഞ ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി വെക്കുക. പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് വരില്ല. കുഞ്ചൻ നമ്പ്യാരോ ഈ പറയുന്ന രവിക്കുട്ടിപ്പിള്ളയെ സ്മരിക്കോ? ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഈ പറയുന്ന രവിക്കുട്ടിപ്പിള്ളയെ സ്മരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. തിരുനിഴൽമാലയുടെ പ്രമേയം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാട്ട് സാഹിത്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഒരു കൃതിയാണ് തിരുനിഴൽമാല എന്ന് പറയുന്നത്. രാമചരിതത്തിന് ശേഷം അതുപോലെ തന്നെ രാമകഥ പാട്ട്, അതുപോലെ ഭാരതം പാട്ട്, കോവളം കവികൾ എന്നറിയപ്പെടുന്ന അയ്യപ്പിള്ളാശാനും അയ്യനപ്പിള്ളാശാനൊക്കെ ശേഷം ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഒരു കൃതിയാണ് തിരുനെൽമാല എന്ന് പറയുന്നത്. ഇത് കണ്ടെടുക്കുന്നത് ആരാണ്? MM പുരുഷോത്തമൻ നായരാണെന്നാണ് പറയുന്നത് കണ്ടെടുക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിന്റെ പ്രമേയമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നോക്കാം. പത്മനാഭസ്വാമി ക്ഷേത്ര മാഹാത്മ്യം, ആറന്മുളയപ്പന് മലയാർ നൽകുന്ന ബലി, ആറന്മുളയുടെ ചരിത്രം, ചേര രാജാക്കന്മാരുടെ ചരിത്രം. ഇതിൽ ഏതാണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ആറന്മുളയപ്പന്, അതായത് ആറന്മുള ശ്രീകൃഷ്ണസ്വാമിക്ക് മലയർ കൊടുക്കുന്ന ബലിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പ്രമേയമാണ് തിരുനെൽമാല എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിന് മുന്നത്തെ HSA മലയാളം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തിരുനിഴൽ മാലയില് നിഴൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്താണ് അർത്ഥം? അരുൾ അല്ലെങ്കിൽ അനുഗ്രഹം എന്നാണ് ഈ പറയുന്ന നിഴൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇത് 3 ഘട്ടങ്ങളിലാണ്, 3 ഭാഗമായിട്ടാണ് ഈ കാവ്യം രചിച്ചെന്ന് പറയപ്പെടുന്നത്. ഇതിൽ 3ാമത്തെ ഭാഗത്താണ് ഈ മലയർ നൽകുന്ന ബലിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടെടുത്ത് പ്രസിദ്ധീകരിക്കുന്നത് MM പുരുഷോത്തമൻ നായരാണ് പറയുന്നത്. ഡോക്ടർ MM പുരുഷോത്തമൻ നായർ അദ്ദേഹമാണ് ഇതിന്റെ നമുക്ക് ഇങ്ങനെ ഒരു കൃതിയെ കുറിച്ച് നമുക്ക് വിശദാംശങ്ങൾ നൽകുന്നത്. ഓക്കെ, അപ്പൊ ഇത് പാട്ട് സാഹിത്യ കൃതികളിൽ തന്നെ നമുക്ക് വെളിച്ചം വീശുന്ന കൃതികളിൽ ഒന്നാണ്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ രാമകഥാപാട്ടും ഭാരതം പാട്ടും, പിന്നെ പയ്യന്നൂർ പാട്ട്, വില്യൻ ലോകം നമുക്ക് സമ്മാനിച്ച പയ്യന്നൂർ പാട്ട്, അങ്ങനെയുള്ള പാട്ടുകൃതികളെല്ലാം ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു ചെറിയ സൂചന മാത്രമേ തരുന്നുള്ളൂ, അതെല്ലാം നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താണ് അടുത്തൊരു വ്യാകരണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അബു ആൺകുട്ടിയാണ്
എന്ന വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിഭക്തി ഏതെന്നാണ് ചോദ്യം. എന്താണ് നോക്കാം, വിഭക്തി. ഇപ്പൊ നമ്മളിത് മലയാളത്തിന്റെ സബ് പേപ്പറിലും 30 മാർക്കിന്റെ പേപ്പറിലും വരാം, നമുക്ക് മെയിൻ പേപ്പറിലും വരാം. അങ്ങനെ രീതിയിൽ ചോദ്യമാണ് വിഭക്തിയെ കുറിച്ച് ചോദ്യം. ശ്രദ്ധിക്കുക, അബു ആൺകുട്ടിയാണ് എന്ന വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിഭക്തി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതിഗ്രാഹിക, നിർദ്ദേശിക, ആധാരിക, സംയോജിക 4 വിഭക്തി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം 7 വിഭക്തിയുണ്ട്. നിപ്രസം, ഉപ്രസമ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതില് നിർദ്ദേശിക വിഭക്തിയാണോ, പ്രതിഗ്രാഹികയാണോ, ആധാരികയാണോ, സംയോജികയാണോ? നമുക്കിതിന്റെ പ്രത്യേകത എഴുതി നോക്കാം. പ്രതിഗ്രാഹിക എന്ന് പറയുന്നതിന്റെ വിഭക്തി എന്ന് പറയുന്നത് എ ആണ്. നമുക്കറിയാം പ്രതിഗ്രാഹിക കർമ്മമേ എന്നാണ് പറയുന്നത്. നിർദ്ദേശിക നമുക്ക് അവിടെ നിൽക്കാം. ആധാരിക എന്താണ്? ഇൽക്കൽ ആണ്. ഇൽക്കൽ ആധാരിക എന്നാണ് അതിന്റെ പ്രത്യേകം എന്ന് പറയുന്നത്. സംയോജിക എന്താണ്? ഓടാണ് അല്ലെ. ഓട് സംയോജിക സാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നിർദ്ദേശികയാണ്. ഇതിന് പ്രത്യയമില്ല. അപ്പോൾ അബു ആൺകുട്ടിയാണെന്ന് പറഞ്ഞെടുത്ത് അബുവിനെ എന്നോ അബുവിൽ എന്നോ അബുവിനോടെന്നോ ഒന്നും കൊടുത്തിട്ടില്ല. അബു എന്ന് പറയുന്ന നാമം അതുപോലെ കൊടുത്തിരിക്കുകയാണ്. അതാണ് നിർദ്ദേശിക വിഭക്തി. എന്ന് വെച്ചാൽ നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയമില്ല. എന്ന് വെച്ചാൽ വിഭക്തിയുടെ നിർവചനം തുടങ്ങുന്നത് എങ്ങനെയാണ്? തന്മ നിർദ്ദേശിക കർത്ത എന്നാണ് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ നിർദ്ദേശിക രൂപം എന്ന് പറയുന്നത് ആ കർത്താവിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. അതിന് വേറെ പ്രത്യയമില്ല എന്നാ പറയുന്നത്. അപ്പൊ ഉത്തരം വരുന്നത് നിർദ്ദേശിക വിഭക്തിയാണ്. അബു ആൺകുട്ടിയാണ് എന്ന് പറയുന്ന വാക്യം. അടുത്ത ചോദ്യം നോക്കാം. 2022 വയലാർ പുരസ്കാരം നേടിയ കൃതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 2021 എടുത്തില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. 2022 വയലാർ പുരസ്കാരം നേടിയ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, നിരീശ്വരൻ, മീശ, ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് 2022 വയലാർ പുരസ്കാരം നേടിയത്? ഓപ്ഷൻ സി ആണ്, മീശയാണ് 2022 നേടിയത്. എസ് ഹരീഷിന്റെ നോവലാണ്. ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു നോവലാണ് മീശ എന്ന് പറയുന്നത്. ഇതില് നിരീശ്വരൻ എന്ന് പറയുന്നത് 2019 VJ ജെയിംസിന്റെ കൃതിയാണ്. ഏത്? നിരീശ്വരൻ എന്ന് പറയുന്നത് 2019. മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ 2021 ആർക്കാണ്? ബെന്യാമിന് അവാർഡ് ലഭിക്കുന്നത്. ഒരു വെർജീനിയൻ വെയിൽക്കാലം നേടുന്നത് 2020 ആരുടേതാണ്? ഏഴാച്ചേരി രാമചന്ദ്രന്റേതാണ്. ഓക്കെ, എന്താണ് 2020 ഒരു വെർജീനിയൻ വെയിൽക്കാലം, 2022 മീശ എസ് ഹരീഷ്, 2019 ആർക്കാണ്? നിരീശ്വരൻ. ആരുടെയാണ്? VJ ജെയിംസിന്റെ കൃതിയാണ്. VJ ജെയിംസിന്റെ കൃതിയാണ്. അതുപോലെ തന്നെ മാന്തളിൽ 20 കമ്മ്യൂണിസ്റ്റ് വർഷം 2021 ആർക്കാണ്? ബെന്യാമിൻ. നമുക്കറിയാം ബെന്യാമിൻ ഇപ്പൊ പരിചിതമാണല്ലോ അല്ലെ. ആടുജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പരിചിതമാണ് അല്ലെ. നോവൽ, സിനിമ അവാർഡൊക്കെ കിട്ടിയതുകൊണ്ട്. പിന്നെ വെർജീനിയൻ വെയിൽക്കാലം ആരുടേതാണ്? ഏഴാച്ചേരി രാമചന്ദ്രന്റെ കൃതിയാണ്. ഏത്? വെർജീനിയൻ വെയിൽക്കാലം 2020 ലഭിക്കുന്നത്. ഇപ്പൊ 2022 ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് എന്തായിരിക്കും ചോദിക്കുക? 2023 അല്ലെ. അതാണ് നമുക്കറിയാലോ. ആരാണ് 2020 കിട്ടിയത്? ഇതാണ് ശ്രീകുമാരൻ തമ്പി സാറിനാണ്. ഏത് കൃതിക്കാണ്? ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് 2023 ലഭിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി സാറാണ്. സിനിമാ സംവിധായകനും അതുപോലെ നിർമ്മാതാവും തിരക്കഥാകൃത്തും ഗാനരചയിതാവും ഒക്കെ ആയിരുന്ന ശ്രീകുമാരൻ തമ്പി സാറിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2021 വയലാർ അവാർഡ് ലഭിക്കുന്നത്. നമുക്ക് ഈ വയലാർ അവാർഡുകൾ അതുപോലെ എഴുത്തച്ഛൻ അവാർഡുകളൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണെന്ന് അറിയാലോ. അത് ഏത് PSC പരീക്ഷയ്ക്കും ചോദിക്കാം. നമുക്ക് K3 മലയാളവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. ഓക്കെ, കേരളത്തിലെ എലിയട്ട് എന്നറിയപ്പെടുന്ന കവി ആരാണ്? കേരളത്തിലെ എലിയട്ട് എന്നറിയപ്പെടുന്ന കവി ആരാണ്? സുഗതകുമാരി, NN കക്കാട്, മാധവൻ അയ്യപ്പത്ത്, അയ്യപ്പ പണിക്കർ. ആരാണ് കേരളത്തിലെ എലിയട്ട് എന്നറിയപ്പെടുന്ന കവി എന്ന് പറയുന്നത്? ആരാണ്? ഓപ്ഷൻ ബി, NN കക്കാടാണ് കേരളത്തിലെ എലിയട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോ 4 പേരും സുഗതകുമാരി ആയാലും കക്കാടായാലും അയ്യപ്പത്തായാലും അയ്യപ്പ പണിക്കരായാലും അല്ലെ വളരെ പ്രധാനപ്പെട്ട കവികളാണ്. അവരുടെ കവിതകളൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. അയ്യപ്പ പണിക്കരുടെ ഒക്കെ ആണെങ്കിൽ എന്താണ്? മൃത്യുപൂജ പോലുള്ള കൃതികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കാവ്യശൈലി തന്നെ, അതിന്റെ വരികളൊക്കെ നമുക്ക് എന്താ പറയാ, ഒരു ആധുനിക കവിതാ സാഹിത്യത്തിന് വേറിട്ട വഴി നമുക്ക് സമ്മാനിച്ച വ്യക്തിയാണ്. ഇപ്പൊ കടമ്മനിട്ടയുടെ ചാക്കാലയൊക്കെ പറയുന്ന താളമോ അല്ലെങ്കിൽ ശൈലിയോ അല്ല അയ്യപ്പ പണിക്കരുടെ കവിതകൾ അല്ലെ. കുരുക്ഷേത്രം എന്ന കവിതയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അത് വേറെ രീതിയിൽ പറയുന്നു. കടമ്മനിട്ട വേറിട്ട രീതിയിൽ ഒരു താളത്തിലൂടെ ശൈലിയിലൂടെ പറയുന്നു. അപ്പൊ ആ കൃതികളൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ അയ്യപ്പത്തിന്റെ കവിതകൾ ആധുനിക
തുടങ്ങുന്ന ആധുനിക ഉത്തരാധുനികതയൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആധുനികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് രചിക്കപ്പെട്ട കവിതകളാണ് മാധവൻ അയ്യപ്പത്തിന്റെ കവിതകളൊക്കെ. അതുപോലെ സുഗതമായ ടീച്ചറൊക്കെയാണ് പരിസ്ഥിതി പ്രവർത്തനവും പരിസ്ഥിതിപരമായിട്ടുള്ള ചൂഷണത്തിനെതിരെയായിട്ടുള്ള സൃഷ്ടികൾ രചിച്ചിട്ടുള്ള കവയിത്രിയാണ്. അതുപോലെ തന്നെ സ്ത്രീ മനസ്സിന്റെ വിഹുലതകളെ കുറിച്ച് പറയുന്ന കവിതകളൊക്കെ രചിച്ച കവയിത്രിയാണ് സുഗതമായ ടീച്ചർ എന്ന് പറയാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല. മലയാള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ 4 കവികളും വളരെ പ്രധാനപ്പെട്ടവയാണ്. അവരുടെ കൃതികളെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആധുനിക കവികളിൽ തന്നെ കടമ്മനിട്ടയായാലും അതുപോലെ പുതിയ ഉത്തരാധുനികയിലേക്ക് വരുമ്പോൾ KGS, അതുപോലെ വീരാൻകുട്ടി, അങ്ങനെയുള്ളവരുടെ കവിതകളെ കുറിച്ചൊക്കെ ചോദ്യങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് അല്ലെ. ബംഗാൾ പോലെ കവിതകളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രേണുകുമാർ അദ്ദേഹത്തിന്റെ കൊതിയൻ പോലുള്ള കൃതിയെ കുറിച്ചൊക്കെ ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരാധുനികതയും ആധുനികതയും ഒക്കെ സമന്വയിപ്പിച്ച് നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മലയാളം ലിറ്ററേച്ചർ മലയാള സാഹിത്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടറ്റ് 3 മലയാളം പരീക്ഷയ്ക്ക് നമ്മൾ ഒരുക്കുമ്പോൾ ഈ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളായാലും നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ട അത്യാവശ്യമാണ്. നമ്മളുടെ പരിമിതമായ ആ ഒരു പഠന രീതി അല്ല വേണ്ടത്, കുറച്ചുകൂടി വിശാലമായ ഒരു പഠന രീതിയിലേക്ക് മുന്നോട്ട് പോകണം. കാരണം ചോദ്യ പേപ്പറിന്റെയൊക്കെ ഒരു രീതിയൊക്കെ മാറി തുടങ്ങിയ ഒരു കാലഘട്ടമാണ് നമുക്കറിയാം. നോക്കാം. മരണവംശം എന്ന നോവൽ എഴുതിയത് ആരാണ് ചോദിച്ചിരിക്കുന്നത്. മരണവംശം എന്ന നോവൽ എഴുതിയത് ഫ്രാൻസിസ് നൊറോണ, അതുപോലെ PV ഷാജികുമാർ, വിനോയ് തോമസ്, സുഭാഷ് ചന്ദ്രൻ. ഇതിൽ ആരാണ്? 4 പേരും ഉത്തരാധുനിക സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന എഴുത്തുകാരാണ് അല്ലെ. PV ഷാജികുമാർ ആയാലും നൊറോണയായാലും വിനോയ് തോമസ് ആയാലും സുഭാഷ് ചന്ദ്രൻ ആയാലും ഒക്കെ സുഭാഷ് ചന്ദ്രനൊക്കെ നമുക്കറിയാം മനുഷ്യന്റെ ആമുഖം പോലുള്ള കൃതികളിലൂടെയൊക്കെ നമുക്ക് പകർന്നതിന് ഒരു അനുഭവമുണ്ട്. ഒരു സമുദ്രശില അദ്ദേഹത്തിന് മറ്റൊരു കൃതി ഒക്കെ നമുക്ക് തന്നത് മറ്റൊരു അനുഭവമാണ് അല്ലെ. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ചെറുകഥ സാഹിത്യങ്ങൾ. അപ്പൊ അതൊക്കെ നമുക്ക് മറക്കാനാവാത്ത സൃഷ്ടികളാണ്. അതിന്റെ പേരുകൾ നമുക്ക് പഠിക്കേണ്ടതാണ്. ഇവിടെ ചോദ്യം മരണവംശം എന്ന നോവൽ എഴുതിയതാരെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ വരുന്നത്. PV ഷാജികുമാർ ആണ് ഇത് എഴുതിയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ്. നമുക്കധികം അറിയാം അദ്ദേഹം ഒരു ചെറുകഥ സാഹിത്യകാരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് ഈ മരണവംശം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ കുറെ സിനിമകൾക്ക് തിരക്കഥ രചിച്ച അദ്ദേഹത്തിന്റെ ഏതൊക്കെയാണ്? പുത്തൻപണം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയും സംഭാഷണവും, അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്ന സിനിമ, പിന്നെ ടേക്ക് ഓഫ്, ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ടേക്ക് ഓഫ് സിനിമയൊക്കെ അദ്ദേഹം തിരക്കഥ രചിച്ച സിനിമകളൊക്കെയാണ്. ഓക്കെ. പിന്നെ കാലിച്ചാമ്പോതിയിലേക്ക് ഒരു ഹാഫ് ടിക്കറ്റ് തുടങ്ങിയിട്ടുള്ള കൃതിയൊക്കെ അദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ. കാലിച്ചാമ്പോതിയിലേക്ക് ഒരു ഹാഫ് ടിക്കറ്റ് തുടങ്ങിയ കൃതി ഷാജികുമാറിൻ്റെതാണ്. ഓക്കെ. നൊറോണയെ കുറിച്ച് പറയുകയാണെങ്കിൽ അശരണയുടെ സുവിശേഷം എന്ന കൃതി, അതുപോലെ തന്നെ തൊട്ടപ്പൻ എന്ന് പറഞ്ഞ കൃതി അല്ലെ. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുന്ന സൃഷ്ടികളാണ്. അദ്ദേഹം നോവൽ എഴുതാൻ വേണ്ടി, സാഹിത്യ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകാൻ വേണ്ടി സർക്കാർ ജോലി വരെ രാജിവെച്ച ഒരു എഴുത്തുകാരനാണ് ഫ്രാൻസിസ് നൊറോണ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്താണ്, കഴിഞ്ഞ വർഷം മറ്റാണ് അദ്ദേഹം അങ്ങനെ റിസൈൻ ചെയ്തത്. അതൊക്കെ വലിയൊരു വാർത്തയായി മാറിയതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അശരണയുടെ സുവിശേഷം പോലുള്ള കൃതികളൊക്കെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ. പിന്നെ വിനോയ് തോമസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാളികമിനാറിലെ കുറ്റവാളി എന്ന് പറയുന്ന കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചുരുളി എന്ന് പറഞ്ഞ സിനിമ എടുത്തത്. ഇദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു നോവലാണ് പുറ്റ് എന്ന് പറയുന്ന വളരെ മനോഹരമായ നോവല്. അദ്ദേഹത്തിന്റെ മുള്ളരഞ്ഞാണം എന്നുള്ള കൃതി, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ. സുഭാഷ് ചന്ദ്രൻ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ ആമുഖം, സമുദ്രശീല പോലുള്ള ഘടികാരങ്ങൾ നിലകൊള്ളുന്ന സമയം പോലുള്ള കൃതികളൊക്കെ നമുക്ക് സമ്മാനിച്ചത്. ഈ പറയുന്ന എഴുത്തുകാരുടെ കൃതികൾ ഇങ്ങനെ നമ്മൾ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്ത് അതിന്റെ പേരുകളൊക്കെ ഓർത്ത് വെച്ച് പഠിച്ച് നമുക്ക് എത്ര മാത്രം ഓർമ്മ കിട്ടുന്നു വരില്ല. പക്ഷെ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. ഓക്കെ. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ മലയാളം K3 എന്ന് പറയുന്ന ഒരു പരീക്ഷ നമുക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. മറ്റു സബ്ജക്റ്റുകൾ പഠിക്കുന്ന പോലെയല്ല. നമുക്ക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ആ സിലബസിൽ കൊടുത്ത കീവേഡ് ആണെങ്കിൽ തന്നെ ഇപ്പൊ സാഹിത്യ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാള നോവൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടുണ്ടെന്ന് അറിയാം അല്ലെ. കവിത ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പഠനമാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടറ്റ് 3 മലയാളം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 10 ചോദ്യങ്ങളാണ് പറഞ്ഞത്. 10 നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസോടൊപ്പം തന്നെ 1-2 ചോദ്യങ്ങൾ എന്റേതായിട്ട് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ K3 മലയാളം പരീക്ഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ K3 മലയാളം മാത്രമല്ല, കേട്ടറ്റ് പരീക്ഷയുടെ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷ എല്ലാവർക്കും വളരെ നിർണായകമാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ബാക്കി സംശയങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ. നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും ഇനിയുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇതിന്റെയൊക്കെ പ്രാധാന്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാറ്റങ്ങൾ വരും, പക്ഷെ അത് സമയമെടുക്കും. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിലുള്ള പരിഷ്കാരങ്ങളൊന്നും വരുത്താനായിട്ട് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവില്ല. കാരണം ഓൾറെഡി BEd ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, കഴിഞ്ഞ വർഷം ചെയ്ത് കഴിഞ്ഞവരുണ്ട്.
അതുപോലെ ഇനി ചെയ്യുന്നവരുണ്ട്, ഇനി ചെയ്യാൻ പോകുന്നവരുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ വരുമ്പോൾ ഒറ്റയടിക്ക് മാറ്റം വരില്ല, പതുക്കെ പതുക്കെ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിൽ BEd കഴിഞ്ഞിട്ടുള്ളവർക്ക്, BEd ചെയ്ത് കഴിയാൻ പോകുന്നവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാൻസ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഈ ഒരു ചാൻസ് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ഇവിടെ കേട്ടറ്റ് 3 പരീക്ഷയുമായിട്ട്, കേട്ടറ്റ് 1ഉം 2ഉം, കാറ്റഗറി 1ഉം 2ഉം അതുപോലെ കേട്ടറ്റ് 3 പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മികച്ച കോഴ്സ് നമ്മൾ ജെയിലൺ കൊടുക്കുന്നുണ്ട്. കേട്ടറ്റ് ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, അറബിക് പോലുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കറിയാലോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ HD വീഡിയോ ക്ലാസ്സസ്, ലൈവ് സെഷൻസ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, റിവിഷൻ, അതിൽ പേഴ്സണൽ മെന്റർഷിപ്പ്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇതെല്ലാം നമുക്ക് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെക്കാൾ നല്ല ഏറ്റവും നല്ലൊരു അഫോർഡബിൾ ആയിട്ടൊരു ഫീസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ കൊടുക്കുന്ന ക്ലാസ്സുകളാണ്. ഇതൊരു വാഗ്ധോരണി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ചേരുക, നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അന്തരീക്ഷം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് ജെയിലോണോട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, യോജിച്ച് ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കോൺടാക്ട് നമ്പർ 7356624751 ഓർ 9778285055 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നമ്മളുടെ ഈ വരുന്ന ആ ഗോൾഡൻ ചാൻസ് നമുക്ക് ഒരുമിച്ച് നേടാം. ധൈര്യമായിട്ട് പോരുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്ത് ചെയ്യുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.